വായന ദിനാശംസകൾ. ഒരു ദിവസം പ്രശസ്ത ശാസ്ത്രജ്ഞനായ മൈക്കൽ ഫാരഡെയോട് ഒരാൾ ചോദിച്ചു, താങ്കൾ എങ്ങനെ ഇത്ര വലിയ ശാസ്ത്രജ്ഞനായി? ഫാരഡെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ കൈവശം വലിയ സമ്പത്തോ ഉയർന്ന വിദ്യാഭ്യാസമോ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു ഗ്രന്ഥശാലയുണ്ടായിരുന്നു. പുസ്തകങ്ങൾ എന്നെ പഠിപ്പിച്ചു, ജീവിതം എന്നെ പരീക്ഷിച്ചു. ഫാരഡെ ഒരു പുസ്തക ബൈൻഡറുടെ സഹായിയാണ് ജീവിതം തുടങ്ങിയത്. മറ്റുള്ളവർ വായിക്കാൻ കൊണ്ടുവന്ന പുസ്തകങ്ങൾ അദ്ദേഹം രാത്രി വീട്ടിലെത്തിച്ചു വായിച്ചു. ശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പുതിയ ലോകങ്ങൾ തുറന്നു. ഒരു സർവകലാശാലയിലും പോകാതെ പുസ്തകങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ അധ്യാപകർ. പിന്നീട് ലോകം ആദരിക്കുന്ന മഹാശാസ്ത്രജ്ഞനായി അദ്ദേഹം വളർന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. അറിവൊരിക്കലും ഒരാളുടെയും വീട്ടുവാതിക്കൽ വന്ന് മുട്ടുകയില്ല. അത് തേടിപ്പോകുന്നവരുടെ കൈകളിലാണ് എത്തിച്ചേരുന്നത്. വായന അതിനുള്ള ഏറ്റവും മനോഹരമായ വഴിയാണ്. പുസ്തകങ്ങൾ നമ്മെ പല ജീവിതങ്ങൾ പരിചയപ്പെടുത്തുന്നു. നമ്മൾ കാണാത്ത പല രാജ്യങ്ങൾ കാണിച്ചു തരുന്നു. നമ്മൾ നേരിടാത്ത പല അനുഭവങ്ങളും നമുക്കായി പങ്കുവയ്ക്കുന്നു. മറ്റുള്ളവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാനും അവരുടെ വിജയങ്ങളിൽ നിന്ന് പ്രചോദനം നേടാനും സഹായിക്കുന്നു. ഒരു മനുഷ്യൻ ദിവസവും കുറച്ചു പേജുകൾ വായിച്ചാൽ അവൻ്റെ ചിന്തകൾ മാറും. ചിന്തകൾ മാറുമ്പോൾ തീരുമാനങ്ങൾ മാറും. തീരുമാനങ്ങൾ മാറുമ്പോൾ ജീവിതവും മാറും. അതിനാൽ വായന ഒരു വിനോദമല്ല, അത് വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ഒരു സൃഷ്ടിപരമായ പ്രക്രിയയാണ്. പുസ്തകം തുറക്കുമ്പോൾ നമ്മൾ വെറും പേജുകളല്ല, പുതിയ സാധ്യതകളുടെ വാതിലുകളാണ് തുറക്കുന്നത്. ഇന്നൊരു പുസ്തകം കയ്യിലെടുക്കൂ. നിങ്ങൾ വായിക്കുന്ന ഒരു പേജ് നാളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായമായി മാറിയേക്കാം. നല്ല ദിവസം ആശംസിക്കുന്നു.